മൊഹബത്ത് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഭീമ ജ്വല്ലേഴ്സ് മൂവി ബസാറിലേക്ക് വീണ്ടും സ്വാഗതം. സുജാതയും കുമാർ ശാന്തിയും നൃത്തച്ചുവടുകൾ അണിയിച്ചൊരുക്കുന്ന ഈ ചിത്രത്തിന്റെ സംഘടനം നിർവഹിക്കുന്നത് ത്യാഗരാജൻ. പൂനിലാവിന്റെ പാൽത്തുള്ളി ചേരും പൂങ്കിനാവുള്ള മുംതാസ് നീയേ നമസ്കാരം, എൻ്റെ പേര് മൈക്കൽ. എനിക്ക് മലയാളത്തിലെ ഇത് ആദ്യത്തെ പ്രോജക്റ്റാണ്. I've done 2 films before. I've done one in Tamil and one in English, and this very romantic love story. It's a very light-hearted love story, and it's also a very musical love story, I think, because really a lot of great singers are in this movie. In this movie, my character it'll start off very normal, like a normal any love story, but as the story progresses, you will notice a really different dimension of the character, which will totally change the course of the movie and the story. So it won't be like from the beginning to start, it won't go in the same line. You'll see a lot of twists in the story, which will make it very interesting. തെന്നലിൻ കൈകളിൽ നമ്മൾ രണ്ടിളം തുമ്പികൾ വെണ്ണിലാ കൊമ്പിളിൽ നമ്മൾ രണ്ടു തേൻ തുള്ളികൾ മണിവീണ തൻ സ്വരതന്തിയിൽ ഇണ നമ്മളോ മധുതരംഗം മലരമ്പുകൾ നിറം ചൂടുമി ഇടനെഞ്ചിലോ പുതുമൃദംഗം മഴ നനഞ്ഞ ദിനം തളിരണിഞ്ഞു സ്വയം കുളിരെറിഞ്ഞു മറന്നു പറന്നു വരുന്നു മനം തെന്നലിൻ കൈകളിൽ നമ്മൾ രണ്ടിളം തുമ്പികൾ. എൻ്റെ മുഹബത്തിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഹാജിയാരുടെ മരുമകനാണ്. എക്സ്പോർട്ടറാണ്. അദ്ദേഹത്തിന് പണത്തിനോട് ഭയങ്കരമായ ആർത്തിയുണ്ട്. മനുഷ്യബന്ധങ്ങളെല്ലാം പണത്തിന് താഴെ എന്ന് വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ പടത്തിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നല്ല സുന്ദരമായ ഗാനങ്ങൾ, ഒപ്പം കുറേ കുടുംബ ബന്ധങ്ങൾ, അതിൽ ഒരു ശരീഅത്തിൻ്റെ നിയമത്തിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന ബന്ധങ്ങളുടെ വിഘടനങ്ങൾ, ഇവയെല്ലാം കൂടെ ചേർത്ത് സംജാതമാക്കുന്ന ഒരു കുടുംബകഥ. ആ കുടുംബകഥയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളവരും കാണാത്തവരും കാണാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും കൂടെ ചേർന്ന് സ്നേഹത്തിന് വേണ്ടി, അതിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ടുള്ള പാതകളിൽ നിന്ന് വിട്ടുപോയിട്ട് അവസാനം പണത്തേക്കാൾ നിയമത്തേക്കാൾ എല്ലാത്തിനും നല്ലത് സ്നേഹവും കാരുണ്യവും തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന ആ സൗഭാഗ്യം, ആ വീടിൻ്റെ സൗഭാഗ്യം, ഐശ്വര്യം തിരിച്ചു വരുന്നതാണ് കഥ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കഥ. ഇത് വളരെ സുന്ദരമായ ഒരു രീതിയിൽ എല്ലാ ബന്ധങ്ങളുടെയും നൂലിഴകൾ വളരെ ശക്തമായി തന്നെ നെയ്തുകൊണ്ട് സംഗീതത്തിന് പ്രാധാന്യം നൽകി, അതോടൊപ്പം ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ മലയാള ചിത്രം. വീണ്ടും നിങ്ങൾക്കൊരു മലയാള ചിത്രം കൂടി കിട്ടുന്നു പറയാൻ കഴിയുന്ന ഒന്നാണ് മുഹബത്ത്. കളകളമാടും കരിവളയന്തേ നാളമണിഞ്ഞു ഈ നല്ല നാളിൽ കിളിക്കൊഞ്ചൽ മാഞ്ഞൊര മുറപ്പെണ്ണ നിന്നുടെ മിഴിക്കുള്ളിൽ നാണം പിടഞ്ഞതന്തേ അടുത്തുള്ള സുന്ദര ചെറുക്കന്ത ചേലിനെ കടക്കണ കൊണ്ട തൊടുന്നതന്തേ പോലെ മണക്കുന്ന സുന്ദരി അടുത്തെത്തും നേരം കൊതിച്ചതെന്തേ മുറപ്പെണ്ണിൻ കണ്ണിലെ പിടയ്ക്കുന്ന മീനിനെ കൊടുക്കിട്ട് കോരാൻ തുടിച്ചതെന്തേ. മൊഹബത്തിന്റെ വിശേഷങ്ങളുമായി ഭീമ ജ്വല്ലേഴ്സ് മൂവി ബസാർ തുടരും. മൊഹബത്തിലൂടെ ഇതൊരു നല്ല റൊമാൻറ്റിക് ഫാമിലി എൻ്റർടൈനറാണ്. അപ്പോൾ അത് തന്നെ സിനിമ എന്ന് പറയുന്ന ഒരു എൻ്റർടൈനറാണ്. അത് പൂർണ്ണമായി ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇതിനകത്ത് തീർച്ചയായിട്ടും ഇത് ഒരുപാട് നല്ല പാട്ടുകൾ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 7 പാട്ടുകളുണ്ടെന്ന് പറയാം. അതിനകത്ത് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തരായ ശങ്കർ മഹാദേവൻ, ഹരിഹരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പാടിയിട്ടുണ്ട്. നമ്മുടെ മലയാളികളായ ഒട്ടുമിക്ക സിംഗേഴ്സുമുണ്ട്. തീർച്ചയായിട്ടും പാട്ട് ഒരു വലിയ ഘടന. അപ്പോൾ ഞാൻ റൊമാൻറ്റിക് ഫാമിലി എൻ്റർടൈനർ എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ റൊമാൻറ്റിക് ഫാമിലി എൻ്റർടൈനർ എന്ന് പറയേണ്ടി വരും. പെണ്ണേ ഇങ്ങനെ നാണിച്ചാലോ സ്വന്തം തികഞ്ഞൊരു പിന്നിവ
എസ് ബാലകൃഷ്ണനും KA ലത്തീഫും സംഗീതം നൽകിയിരിക്കുന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ ഒരുക്കിയിരിക്കുന്നത് വയലാർ ശരത്തും സന്തോഷ് വർമ്മയുമാണ്. ഇതിലെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഫിലിമിൽ ഒരു മാപ്പിളപ്പാട്ട് പാടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മെഹർബ എന്ന പാട്ടിന് ശേഷം ഒരു സോങ്, ഇപ്പോൾ ഒരു മാപ്പിളപ്പാട്ട് സോങ് വരുന്നത് ഇപ്പോഴാണ് മുഹബത്ത് എന്ന ചിത്രത്തിൽ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനും അഫ്സൽക്കൻ തന്നെയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി മെഹർബ എന്ന പാട്ടിൽ ക്രിയേറ്റ് ആയ ഒരു മാജിക് ഈ പാട്ടിലും ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ നല്ല ഇഷ്ടമായി. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരുപാട് മാപ്പിള പാട്ടുകൾക്ക് സംഗീതം ചെയ്തിരിക്കുന്ന ശ്രീ ലത്തീഫാണ്. വരികൾ എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് ഈ സോങ്. ഹരിഹരൻ, ശങ്കർ മഹാദേവൻ, MG ശ്രീകുമാർ, ഉണ്ണിമേനോൻ, അഫ്സൽ, സുജാത, ജോൾസ്ന, മഞ്ജരി എന്നിവരാണ് ഈ ചിത്രത്തിലെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. പെണ്ണേ ഇങ്ങനെ നാണിച്ചാലോ ചന്തം തികഞ്ഞൊരു പിന്നിവള് ചന്ദനം തോൽക്കണമീ അഴക്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് മുഹബത്ത്. ഇതിൽ വളരെ നല്ല നല്ല പാട്ടുകളുണ്ട്. 5 പാട്ട് എസ് ബാലകൃഷ്ണൻ. പിന്നെ ഇതൊരു ഒരു മുസ്ലിം സബ്ജക്റ്റ് ആയതുകൊണ്ട് മാപ്പിളപ്പാട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു പാട്ട് മാപ്പിളപ്പാട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. അത് ഞാനും ജ്യോത്സ്നയും ചേർന്നാണ് പാടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മെഹർബയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു മാപ്പിളപ്പാട്ട്, ഫിലിമിൽ വരുന്ന ഒരു മാപ്പിളപ്പാട്ടാണ്. തീർച്ചയായിട്ടും ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട് ആസ്വാദകർക്ക് ഒട്ടേറെ നല്ല ഹിറ്റുകൾ സമ്മാനിച്ച മിതാദ് പോലുള്ള ആൽബങ്ങളിൽ പാൽനില പുഞ്ചിരി, പുലിരിപ്പുഞ്ചിരി, അങ്ങനെ കുറേ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച KA ലത്തീഫാണ്. അദ്ദേഹം എൻ്റെ നാട്ടുകാരനും കൂടിയാണ്. വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു മെയിൻ സോങ് ആണ് ഇത്. ചിതരണതൊത്തിരി മുത്ത് ആ കൽബിനകത്തെ മുഹബത്തിൻ മുന്തിരി സത്തേ ചന്ദനത്തോപ്പിലെ ചക്കരക്കുട്ടിക്ക് ചന്ദിരനും മാരച്ചന്ദിരനും. മുഹബത്ത് എന്ന സിനിമയുടെ എൻ്റെ കഥാപാത്രം സജന എന്നാണ് പേര്. സജന വന്നിട്ടൊരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്നൊരു കുട്ടിയാണ്. ഷീസ് എ മുസ്ലിം ബേസിക്കലി. മുസ്ലിം ആണെങ്കിൽ കൂടെ ഷീസ് വെരി മോഡേൺ. അവളുടെ ഡ്രസ്സിങ്ങിലും അവളുടെ ആറ്റിറ്റ്യൂഡിലും അവളുടെ എല്ലാ ബിഹേവിയറിലൊക്കെ അവളുടെ ഒരു ഇപ്പോൾ ഇന്നത്തെ കാലത്തെ ഒരു കുട്ടിയുടെയാണ് അവൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അവളുടെ അഭിപ്രായങ്ങൾ അവൾ മുഖത്ത് നോക്കി പറയും. ഷീസ് എ സ്റ്റുഡൻറ്റ്. പിന്നെ അവളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവളാണ് അവളുടെ കുടുംബത്തിലെ ഒരു പെറ്റ്. ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നൊരു കുട്ടിയാണ്. മേ ബി ഒരു എന്താ പറയുക, ഒരു വലിയ റിച്ച് ഫാമിലിയിൽ ജനിച്ച് വളർന്നത് കുട്ടിയുടെ ഒരു അഹന്തയൊക്കെ കാണുമായിരിക്കാം. ബട്ട് അതൊരു അഹന്തയായിട്ട് പറയാനും പറ്റില്ല. ബിക്കോസ് അവർ ബ്രോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ട് അങ്ങനെയാണ്. ബട്ട് അത് കഴിഞ്ഞിട്ട് ഷീ അണ്ടർസ്റ്റാൻഡ്സ് എവറിത്തിങ്. എറണാകുളം, വൈക്കം, കൊടൈക്കനാൽ എന്നിവിടങ്ങളിൽ പൂർത്തിയാകുന്ന ചിത്രം ഈസ്റ്റ് കോസ്റ്റ് തന്നെ മാർച്ചിൽ തിയേറ്ററുകളിൽ എത്തിക്കും. ഞാൻ KA ലത്തീഫ്. ഈസ്റ്റ് കോസ്റ്റിൻ്റെ മുഹബത്ത് എന്ന സിനിമയിൽ ഞാനും ഒരു പാട്ട് ചെയ്യുന്നുണ്ട്. കല്യാണ പശ്ചാത്തലത്തിലുള്ള ഒരു മുസ്ലിം ഗാനമാണ്. ഇതിൽ പ്രധാനമായും 6 പാട്ടുകളാണുള്ളത്. 5 പാട്ടുകൾ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച എസ് ബാലകൃഷ്ണൻ സാറാണ്. ചന്ദം തികഞ്ഞൊരു പിന്നിവള് ചന്ദനം തോൽക്കണമീ അഴക്. നമസ്കാരം. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറ് സംവിധാനം ചെയ്യുന്ന മുഹബത്ത് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ എറണാകുളത്താണ് ഇപ്പോൾ. ഈ സിനിമയിലെ എൻ്റെ കഥാപാത്രം ലോനപ്പൻ എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ഞങ്ങൾ 2 പേരാണ്. 2 പേരുടെ കൂടെ ശരിക്കും നായകനായ മുന്നേ ഞങ്ങൾ വലിച്ചടിച്ചിരുന്നു. പ്രേംകുമാർ ഏട്ടനും ഞാനുമാണ് ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിലേക്ക് മുന്നേ വരുന്നു. ഞങ്ങൾ മൊത്തം ഡെവലപ്പങ്ങ് മാറിപ്പോകും. അങ്ങനെ ഞങ്ങളുടെ കച്ചവടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് കോമഡികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പടത്തിനകത്ത് നല്ലൊരു കഥയുണ്ട്. മീര യാസ്മിനാണ് നായിക. അപ്പോൾ ഈ പടം തിയേറ്ററിൽ വരുമ്പം എല്ലാവരും ഇത് കാണണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. നന്ദി, നമസ്കാരം. ഭീമ ജ്വല്ലേഴ്സ് വ്യവസായയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.